ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബറോസ് സിനിമയുടെ ട്രെയിലറിനെ കുറിച്ചാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരുന്നു നമ്മൾ 3D വെയിറ്റിംഗ് ആണ്, ഒരു ട്രെയിലർ വെയിറ്റിംഗിലാണ്, ഉടനെ തന്നെ ഒരു അപ്ഡേറ്റ് ഉണ്ടാവും. ട്രെയിലർ അതിന്റെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചു. അതാ ഇന്ന് നമ്മുടെ കങ്കുവ സിനിമ റിലീസ് ചെയ്ത തിയേറ്ററിൽ 3D റിലീസ് ചെയ്ത തിയേറ്ററിൽ ബറോസിന്റെ 3D ട്രെയിലർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അതിനെപ്പറ്റി സംസാരിച്ചതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബറോ സിനിമ കാണാൻ പോകുന്ന എസ്പെഷ്യലി ലാലേട്ടന്റെ ആരാധകരായ ഞാൻ അടക്കമുള്ള ആൾക്കാരോട് പോലും ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ അത് മനസ്സിലാക്കി ചിന്തിച്ച് ഈ സിനിമ കാണാൻ പോകണം. നമുക്ക് ആദ്യം തന്നെ ഈ ട്രെയിലറിൽ പോവാം. ആദ്യം ട്രെയിലറിനെ പറ്റി പറയാം. 1 മിനിറ്റ് 40 സെക്കൻഡ് കാണിച്ച, ഏകദേശം 2 മിനിറ്റിനടുത്ത് കാണിച്ച ട്രെയിലർ വളരെ ഗംഭീരമായിട്ട്, അതായത് ഈ ട്രെയിലറിന് എടുത്ത് പറയേണ്ട കാര്യം ക്വാളിറ്റിയാണ്, ആ സിനിമയുടെ ക്വാളിറ്റിയാണ്. കാരണം ഒരു വേറെ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ. കാരണം എനിക്കൊന്ന് ഇവർക്ക് പ്ലാൻ ഒരു 32 രാജ്യങ്ങളിലൊക്കെ ഈ സിനിമ കാണിക്കാനുള്ള പ്ലാൻ ഉണ്ട്. അതിനുള്ള ഒരു സ്റ്റോറി ലൈനാണ് ആ സിനിമയ്ക്ക്. നമുക്കറിയാം, പോർച്ചുഗീസുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഇന്റർനാഷണൽ ആക്ടേഴ്സ്, പോർച്ചുഗീസിൽ നിന്ന് പോലുമുള്ള പല ആക്ടേഴ്സും അഭിനയിക്കുന്ന ഒരു സിനിമയാണിത്. സ്റ്റോറി ലൈൻ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു നിധി കാക്കുന്ന ഭൂതം, ഗാമയുടെ നിധി കാക്കുന്ന ഭൂതം, അതായത് പോർച്ചുഗീസ് സ്റ്റോറി നമുക്ക് അറിയുന്നത് ഇത്രത്തോളമാണ്. ഒരു 300-3000 വർഷം ആയിട്ട് ഒരു നിധി കാക്കുന്ന ഒരു ഭൂതത്തിന്റെ ക്യാരക്ടറാണ് ലാലേട്ടൻ ഈ സിനിമയിൽ ചെയ്യുന്നത്. സോ അപ്പം തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? ഇതൊരു ഫാന്റസി സിനിമയാണ്. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഈ റിയലിസ്റ്റിക് ആയ കാര്യങ്ങൾ ഈ സിനിമ കാണാൻ പോകുമ്പോൾ അതിന് പ്രതീക്ഷിക്കരുത്. 3D ആണ്. കുട്ടികൾക്ക് കുറച്ചും കൂടി, അതായത് ഒരു ചിൽഡ്രൻ ഓഡിയൻസിനെ കുറച്ചും കൂടി അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒതുക്കുന്ന മൂവിയാണെന്നൊക്കെ നമ്മൾ പല ആവർത്തി ലാലേട്ടനും ഇതിന്റെ എല്ലാ ക്രൂസും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി, സിനിമയെ പറ്റിയിട്ട്. ഒരു ക്രിസ്മസ് കാലത്ത് കാണാൻ പറ്റിയ സിനിമയാണ് അങ്ങനെയൊക്കെ. ഓക്കെ, ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കാൻ നമ്മൾ ഈ ട്രെയിലറിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ള മേക്കിംഗ് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിനെ എടുത്ത് പറയാം. കാരണം 3D ആയതുകൊണ്ടാണ് ക്വാളിറ്റി നമുക്ക് പറയേണ്ടി വരുന്നത്. ഓക്കെ, പിന്നെ എന്താ പറയാ, 2-3 ആക്ഷൻ രംഗങ്ങൾ, ലാലേട്ടന്റെ 1-2-3 ഗെറ്റപ്പുകൾ, ഈ ട്രെയിലറിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാം പ്രോമിസിങ് ആണ്, എല്ലാം നല്ല രസമുണ്ട് കാണാൻ, വളരെ ഗംഭീരമായിട്ടുണ്ട്, കാണിച്ചിടത്തോളം ഗംഭീരമായിട്ടുണ്ട്. ഈ സിനിമ ഇപ്പം ഞാൻ എപ്പോഴും ക്വാളിറ്റിനെ എടുത്ത് പറയാൻ കാരണം, ഇങ്ങനത്തെ സിനിമ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ആ ക്വാളിറ്റിയാണ്. കാരണം ഈ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ ലാലേട്ടൻ ഫാൻസ് അടക്കം വളരെ ഇതായിട്ട് പറയാം, റിക്വസ്റ്റ് ചെയ്ത് പറയാണ്, നമ്മൾ ഈ നമ്മുടെ ലിലി ജോസഫ് പല്ലിശ്ശേരിയുടെ മൂവി ഒന്നും കണ്ട് പറഞ്ഞ് ചെയ്ത പോലെ ഇത് ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ ഓരോ സിനിമ കാണാൻ പോകുമ്പോഴും നമ്മൾ ആ സിനിമയിൽ ഇതിനായി ടീസറും ട്രെയിലറൊക്കെ ഇറക്കുന്നതും ഇതിനെപ്പറ്റി കുറച്ച് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ഈ സിനിമാ പ്രവർത്തകർ മുന്നേ വന്ന് പറയുന്നത് അതിനാണ്. നമ്മള് അതൊന്ന് ആ ഒരു മേക്കിങ്ങിനും ആ ഒരു സാധനത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം എപ്പോഴും. കാരണം മലക്കോട്ടെ വാലിബൻ സത്യം പറഞ്ഞാല് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഞാൻ പറയുമ്പോൾ എത്ര പേര് എതിർക്കുന്നറിയില്ല. കാരണം ഞാനത് അങ്ങനെ കണ്ടിട്ടുള്ളൂ. ആ സിനിമ കാണാൻ പോകുമ്പോൾ ഞാനൊരു നരസിംഹമോ ഒരു പുലിമുരുകനോ പ്രതീക്ഷിച്ചല്ല പോയത്. ഒരു ക്ലാസിക് സാധനം കാണാൻ പോകുന്ന പോയിട്ട് പ്രതീക്ഷിച്ചിട്ട് കണ്ടതുകൊണ്ട് എനിക്കത് വർക്കാണ്. എസ്പെഷ്യലി ക്ലൈമാക്സിലേക്കും 2ാം ഭാഗത്തിലേക്ക് വെച്ച് നിർത്തിയൊക്കെ എനിക്ക് ഭയങ്കര വർക്കായ സംഭവമാണ്. സോ അത് വർക്കാവാത്തത് ഈ ടിനുപ്പാപ്പച്ചൻ പറഞ്ഞ അതും കേട്ടിട്ട് പോയ ആൾക്കാർക്കാണ്, നമ്മൾ ലാലേട്ടൻ ഫാൻസിനാണ് അടക്കം എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഓരോ സിനിമ നമ്മൾ കാണാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിപ്പം ഈ എസ്പെഷ്യലി ഈ ബറോസ് എന്ന് പറഞ്ഞ മൂവി നിങ്ങൾ ട്രെയിലർ ഒന്നും കാണേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്കത് ഊഹിക്കാം എന്താണ് ആ സിനിമ. അത് ഫാന്റസിയാണ്. കാരണം എനിക്ക് ഇപ്പോഴേ നമുക്ക് ചിന്തിക്കാൻ പറ്റും, അത് എതിർ ടീം ഫാൻസ് വന്നിട്ട് ആ സിനിമ ഇപ്പൊ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും എന്തൊക്കെയാണ് അവരടിക്കാൻ പോകുന്ന കമന്റുകൾ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം. അപ്പൊ നമ്മൾ ഫാൻസുകാര്, എസ്പെഷ്യലി നമ്മൾ ഫാൻസുകാർ അതൊന്ന് മനസ്സിലാക്കിയിട്ട് പോകണം എല്ലാവരും. കാരണം ഇതൊരു ഫാന്റസിയാണ്, ഒരു ഫാന്റസി വേൾഡ് ആണ്. അതായത് എന്താ പറയാ, വേറെ രാജ്യം, പോർച്ചുഗീസ് നിധി കാക്കുന്ന ഭൂതമായിട്ട് ലാലേട്ടൻ ഇതിൽ അഭിനയിക്കുന്നു പറയുമ്പോൾ അപ്പൊ അതാണ് അതിന്റെ കഥ. അപ്പൊ നമ്മൾ കാണാൻ പോകുന്നതിൽ നമുക്ക് ഏറ്റവും ഈ സിനിമ നമുക്ക് നമുക്ക് കിട്ടേണ്ടതും ആ സിനിമയുടെ ക്വാളിറ്റിയാണ്, 3Dയുടെ ക്വാളിറ്റിയാണ്, ആ മേക്കിങ്ങിന്റെ ക്വാളിറ്റിയാണ്. അല്ലാതെ പുതിയ ഒരു കഥ, ദൃശ്യം പോലത്തെ, ഇപ്പം ഈ കിഷ്കിന്ധാകാന്ഡം പോലത്തെ നമ്മളെ ഇതുവരെയും കാണാത്ത എക്സൈറ്റ് ചെയ്യിക്കുന്ന കഥ അതൊന്നും ഈ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കരുത്, ദയവ് ചെയ്ത്. നമ്മൾ അതൊരു ആ വേൾഡിൽ നമുക്ക് ഒരിക്കലും കാണാൻ ചാൻസ് ഇല്ലാത്ത, ഒരിക്കലും ഒരു പരിചയമില്ലാത്ത ആ വേൾഡിലേക്ക് നമ്മൾ പോവാണ്. അതിലെ ഒരു കുട്ടി
ഈ സിനിമ കാണുന്ന പോലെ ഇരുന്ന് കണ്ടാൽ ഈ സിനിമ വർക്കാവുന്ന ഉറപ്പാണ് എന്ന് ഈ ട്രെയിലർ കൊണ്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ ക്വാളിറ്റിന്ന് എടുത്തു പറയുന്ന കാരണം അതാണ്. നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് 3D കാര്യങ്ങളൊക്കെ. ഓക്കെ, 3D തന്നെ ഷൂട്ട് ചെയ്ത സിനിമയെന്ന് നമുക്കറിയാം. അതുകൂടി നമ്മൾ ഇതാക്കണം. കാരണം അത് 3D തന്നെ ഷൂട്ട് ചെയ്ത സിനിമ, 3D മാത്രം കാണാൻ പറ്റിയ സിനിമയാണ്. സോ അത് ഭയങ്കര എഫക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ പെർഫോമൻസിലേക്ക് വരാൻ മാത്രം എന്താണെന്ന് ചോദിച്ചാല് നമുക്കറിയില്ല പെർഫോമൻസിൽ എന്താണ് ലാലേട്ടൻ ഇത് ചെയ്യാനുള്ളതെന്ന്. അത് രണ്ടാമത് ചോദിക്കേണ്ട കാര്യമാണ്. പക്ഷെ 2 ഗെറ്റപ്പ് ഉണ്ട്. മേ ബി അതിൽ കൂടുതൽ ഗെറ്റപ്പ് ഉണ്ടായിരിക്കാം. ഒരു ഗംഭീരമായിട്ടൊരു എന്താ പറയാ, ഒരു നാം സാധാരണ കാണുന്ന ഒരു ലാലേട്ടൻ അല്ല ഇതിലുള്ളത് എന്തായാലും. നമ്മൾ സാധാരണ കാണുന്ന ചില മാനറിസം ഉള്ള ലാലേട്ടൻ അല്ല അതിലുള്ളത്. വ്യത്യാസമുണ്ട് എന്തായാലും. പ്രത്യേകിച്ച് ആ മൊട്ടയടിച്ചുള്ള സീനിലൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. സോ അതൊക്കെ അങ്ങനെ തന്നെ അത് വർക്ക് ആവുമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. കാരണം പിന്നെ ഈ സിനിമ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നമ്മൾ ഈ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ ലാലേട്ടന്റെ പെർഫോമൻസിനെയോ അല്ലെങ്കിൽ സ്റ്റോറി ലൈനിനോ സ്ക്രിപ്റ്റിങ്ങിനോ ഒന്നുമല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോകേണ്ടത്. ഒരു പുതിയ വേൾഡ്, നമ്മൾ തീരെ പരിചയമില്ലാത്ത, നമുക്ക് തീരെ പരിചയമില്ലാത്ത ഒരു സാധനം കാണാൻ പോകുന്നു ലെവലിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെ നമ്മൾ ഈ സിനിമ പോയി കണ്ടാൽ ഉറപ്പായിട്ടും ഒരു പുതിയ എക്സ്പീരിയൻസ് എന്ന രീതിയിൽ നമുക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഇതില്. ഓക്കെ, സോ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എനിക്ക് തോന്നുന്നത് 32 രാജ്യങ്ങളിലൊക്കെ അവർക്ക് റിലീസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. കാരണം അത്രത്തോളം ഇന്റർനാഷണലി ഗ്ലോബലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തോട്ടാണല്ലോ ഇത്. ഇങ്ങനെ ഒരു പോർച്ചുഗീസ് ഒരു ഭൂതം എത്ര നിധി കാക്കുന്നു. ഞങ്ങൾക്ക് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, എനിക്ക് തോന്നുന്നു 1-2 ലൈനുകള് ഈ സിനിമ ഇതിന്റെ ട്രെയിലറിന്റെ കൂടെ 1-2 ഡയലോഗ് ലാലേട്ടൻ പറഞ്ഞത് ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. അത് നമ്മളൊക്കെ സിനിമ കാണുമ്പോൾ അതില് ചുമ്മാ ഒരു കുട്ടികൾ കാണാൻ വേണ്ടി മാത്രം സിനിമ ആകില്ല എന്ന് നമുക്ക് പ്രതീക്ഷ ഉണ്ട് എന്തായാലും ഉള്ളിൽ. ഒരു കാര്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റോറി ലൈൻ, ഫാന്റസി ആണെങ്കിലും അതിൽ നമുക്ക് ഹൂക്ക് ചെയ്യുന്ന ഒരു സ്റ്റോറി ലൈൻ അതിൽ ഉണ്ടാവും എന്നുള്ള ഈ ട്രെയിലറിന്റെ കൂടെ വരുന്ന ഒരു ഡയലോഗിൽ എനിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് തോന്നി. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാല്, നമ്മള് ഇതിലൊരു കോട്ട് പോലെ ലാലേട്ടന്റെ ശബ്ദത്തിൽ ഇതിൽ ഭയങ്കര രസമായിട്ട് വന്ന ഒരു സംഭവം ഉണ്ട് ഈ ട്രെയിലറിന്റെ കൂടെ. കാരണം ആ ലൈൻ ഇങ്ങനെയാണ് വരുന്നത്: നമ്മളൊരാളെ ഓർമ്മിക്കുമ്പോൾ വരുന്ന കണ്ണുനീരാണ് നിധിയേക്കാളും വലുത് എന്നുള്ള ഒരു ഇത് വരുന്ന ഒരു സ്റ്റോറി ലാലേട്ടൻ പറയുന്നത് ഭയങ്കര രസമായിട്ടുണ്ട്. സോ അപ്പൊ അത് കേട്ടപ്പോ ആണ് നമ്മൾ എന്തോ ഇതിൽ കാര്യമായിട്ട് നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോറി, ഒരു സംഭവം ഇതിൽ ഉണ്ടാവുന്നത്. കാരണം നമ്മളൊരാളെ ഓർമ്മിക്കുമ്പോൾ വരുന്ന കണ്ണീരാണ് ഏറ്റവും വലിയ നിധി എന്നുള്ള ആ ഒരു ലൈന് നല്ലൊരു രസമായിട്ട് തോന്നി. സോ നമുക്ക് ഇഷ്ടപ്പെടുന്ന മനസ്സിൽ എന്തെങ്കിലും നല്ലൊരു ഒരു ഫീല് തരുന്ന ഒരു സ്റ്റോറി ലൈനും കൂടി ഇതിൽ ഉണ്ടാവുന്നത് ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നമ്മളെ പ്രതീക്ഷ നമ്മൾ എത്ര പ്രതീക്ഷിക്കും, നമ്മൾ ഈ ഒരു നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം എന്തായാലും ഈ സിനിമ കാണാൻ പോവാൻ. കാരണം ഇങ്ങനത്തെ സിനിമകളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കണം. ലാലേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയാണ്, മാത്രമല്ല 3D കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്ത് ഗ്ലോബലി നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റിയ മൂവിയാണ്. സോ അതുകൊണ്ട് ഇതിൽ ഉറപ്പായിട്ടും വരാനുള്ള ഒരു കമന്റ് ആണ്, ഇത് ആനിമേഷൻ സിനിമയോ ഇതൊരു ആനിമേഷൻ സിനിമ ആയിട്ട് കൂടി കാണാം. അതിലൊരു ക്യാരക്ടർ ഉണ്ട്, ഒരു ആനിമേഷൻ നമ്മൾ ഡിസ്നിന്റെ ഒക്കെ സിനിമയിൽ കാണുന്ന ഒരു ആനിമേഷൻ ക്യാരക്ടർ സിനിമയിലുണ്ട്. ഭൂതത്തിന് കൂടുതലുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. സോ അതിലെല്ലാം ഉണ്ടാവും. അതൊരു നെഗറ്റീവ് ആയിട്ട് ഒരിക്കലും കാണരുത്. അതാണ് എപ്പോഴും നമ്മളെ മൈൻഡ്, നമ്മളെ പ്രതീക്ഷ എപ്പോഴും നമുക്ക് ഏറ്റവും വിനയായിട്ട് വരുന്ന കാര്യം ആ പ്രതീക്ഷ തന്നെയാണ്. അപ്പൊ ഇത്തരം സിനിമകൾ കാണാൻ പോകുമ്പോൾ ഒരു ഡിസ്നിയുടെ ആനിമേഷൻ സിനിമ കാണുന്നതായിട്ട് കാണേണ്ടി വരും, ഒരു ഫാന്റസി സിനിമ കാണുന്ന പോലെ തീരും റിയലിസ്റ്റിക് അല്ലാത്ത, ഒരു റിയലിസം തീരും കാണാത്ത ഒരു സിനിമയായിട്ടൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ലോകത്തേക്ക് ഒരു വേൾഡ് കാണാൻ പോകുന്നു എന്നുള്ള ലെവലിൽ പോയിട്ട് സിനിമ കണ്ടാല് നമുക്ക് ഭയങ്കരമായിട്ട് വർക്ക് ആവുമെന്ന് ഭയങ്കര പ്രതീക്ഷ ഉണ്ട്. സോ ഇനി ഉടനെ തന്നെ നമുക്കറിയാലോ, നേരത്തെ ഇന്നലത്തെ വീഡിയോ പറഞ്ഞ പോലെ ഇനി അടുത്ത് നമുക്ക് യൂട്യൂബിൽ നമുക്ക് ഇതിന്റെ ട്രെയിലർ കാണാം. ഓക്കെ, ഈ സോഷ്യൽ മീഡിയയിൽ ഒരു തിയേറ്ററിൽ കടന്ന് കളിക്കുന്നുണ്ട്, പക്ഷെ അത് നമ്മളെടുത്ത് കാണിക്കുന്നതൊന്നും ശരിയല്ല. സോ അതുകൂടെ നിങ്ങൾ പോയി കാണാം, അതിൽ കുറച്ചൊക്കെ മനസ്സിലാവും. ഈ കന്നഡ വെക്കാത്ത പ്രശ്നം ഉണ്ടാവും. എന്നാൽ പോലും എന്തായാലും നമുക്ക് പറ്റും ഉടനെ തന്നെ റിലീസൊക്കെ ട്രെയിലർ റിലീസ് ഡേറ്റ് ഏകദേശം December 20 ആകുമ്പോഴാണ് റിലീസ് ചെയ്യാൻ പോകുന്നതാണ്, ക്രിസ്മസിന് മുമ്പായിട്ട്. അതെന്തായാലും നമുക്ക് ലോക്ക് ചെയ്യണ പോലെ തോന്നുന്നു എനിക്ക് എന്തായാലും. ഓക്കെ, അപ്പൊ ക്രിസ്മസിന് സിനിമ ഇറങ്ങും. ലാലേട്ടന്റെ അടുത്ത മൂവിയായിട്ട് നമുക്ക് ബറോസ് കാണാം. നമുക്ക് കണ്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകുന്ന, കുടുംബങ്ങൾക്ക് പോയിട്ട് കുട്ടികൾക്ക് എസ്പെഷ്യലി എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി മൂവി ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.